ഹലോ, പ്ലംബിംഗ് ട്രേഡിലെ ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഓപ്പൺ ടൈപ്പ് കൺസീൽ ഫ്ലഷിംഗ് സിസ്റ്റേൺ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇവയെല്ലാം ചെയ്യാൻ കഴിയും. ഒരു ഓപ്പൺ ടൈപ്പ് ഫ്ലഷിംഗ് സിസ്റ്റേൺ ഇൻസ്റ്റാൾ ചെയ്യുക. കൺസീൽ ഫ്ലഷിംഗ് സിസ്റ്റേൺ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ചെയ്യുന്നതിനാവശ്യമായ എക്യുപ്മെന്റുകൾ, ടൂളുകൾ, മെഷീനറികൾ എന്നിവ നമുക്ക് ശേഖരിക്കാം. പൈപ്പ് റെഞ്ച് 1, മെഷറിംഗ് ടേപ്പ് 1, Spirit level 1, water pump layer 1, wide mouth channel lock 1, screw spanner 1, hammer 1, cold flat chisel 1, motor pan 1, trowel 1, hammer drilling machine 1, wall chasing machine 1, conceal flushing cistern as required, open type flushing cistern as required, thread seal materials as required, cement as required, fine sand as required, cotton waste as required, hacksaw blade as required, white cement as required. ഒരു ഓപ്പൺ ടൈപ്പ് ഫ്ലഷിംഗ് സിസ്റ്റേൺ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ഇൻസ്റ്റാളേഷന് മുൻപ് വാട്ടർ സപ്ലൈ ഓഫ് ചെയ്തുവെന്ന് ഉറപ്പാക്കുക. ഫർണിച്ചർ കാർക്കസിന്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ ആവശ്യമുള്ള സ്ഥലത്തിനനുസൃതമായി സിസ്റ്റേൺ സപ്പോർട്ട് ബ്രാക്കറ്റ് സ്ഥാപിക്കുകയും ഫിക്സ് ചെയ്യുകയും ചെയ്യുക. ബ്രാക്കറ്റ് ദൃഢമായി ഉറപ്പിക്കുമ്പോൾ സിസ്റ്റേൺ ബ്രാക്കറ്റിലേക്ക് സുരക്ഷിതമാക്കാം. ബ്രാക്കറ്റിന്റെ മധ്യഭാഗത്ത് ജലസംഭരണി പിടിക്കുക. സിസ്റ്റേണിന്റെ പിൻഭാഗത്തുള്ള ഇടവേളകളുമായി ലെഗുകൾ വിന്യസിക്കുക. ലെഗുകൾ എൻഗേജ് ചെയ്യുന്നതിന് സിസ്റ്റേൺ ക്രമേണ താഴ്ത്തി സെന്റർ ക്ലിപ്പ് സ്നാപ്പ് ആകുന്നതുവരെ ദൃഢമായി താഴേക്ക് തള്ളുക. WC പാൻ വിന്യാസത്തെ സഹായിക്കാൻ മിതമായ ലാറ്ററൽ ചലനം ലഭ്യമാണ്. ആവശ്യാനുസരണം പ്ലംബിംഗ് കണക്ഷനുകൾ പൂർത്തിയാക്കുക. ഫ്ലഷ് വാൽവ്, ഗ്യാസ്കറ്റ് എന്നിവ ഫ്ലഷ് വാൽവിന്റെ അടിയിൽ ഘടിപ്പിക്കുക. ടാങ്കിനുള്ളിലെ റബ്ബർ ഗ്യാസ്കറ്റ് ഉപയോഗിച്ച് ഫ്ലഷ് വാൽവ് കൂട്ടിച്ചേർക്കുക. ടാങ്ക് ദ്വാരത്തിലൂടെ ഫ്ലഷ് വാൽവ് വലിക്കുക. കൈകൊണ്ട് മുറുകെ പിടിക്കുക. നട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഒരു ജോഡി വൈഡ് മൗത്ത് ചാനൽ ലോക്കുകൾ ഉപയോഗിച്ച് നട്ട് പിടിച്ച് സാവധാനം തിരിക്കുക. നട്ട് ഫ്ലഷ് വാൽവിലേക്ക് മുറുക്കുക. ടാങ്കിനും പാത്രത്തിനുമിടയിലുള്ള ജോയിന്റ് അടയ്ക്കുന്നതിന് ടാങ്ക് ടു ബൗൾ ഗ്യാസ്കറ്റ് ഉപയോഗിച്ച് ഫ്ലഷ് വാൽവ് നട്ട് മൂടുക. ടാങ്കിനുള്ളിൽ ഫ്ലോട്ട് വാൽവ് കൂട്ടിച്ചേർക്കുക. ഫ്ലോട്ട് വാൽവ് ദ്വാരത്തിലൂടെ എൻഡ് വലിക്കുക. കൈകൊണ്ട് മുറുക്കുമ്പോൾ നട്ട് ത്രെഡ് ചെയ്യുക. ഒരു ക്രസന്റ് റെഞ്ച് ഉപയോഗിച്ച് ഫ്ലോട്ട് വാൽവിന് ചുറ്റും നട്ട് സാവധാനം തിരിച്ച് മുറുക്കുക. സിസ്റ്റേൺ ഫ്ലഷ് പൈപ്പ് വലുപ്പത്തിൽ മുറിച്ച് പൈപ്പിന്റെ വലിയ അറ്റം സിസ്റ്റേൺ വാൽവിലേക്ക് വരുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. മുറിക്കുന്നതിന് മുൻപ് പാൻ സ്ഥാപിച്ച് അളവുകൾ പരിശോധിക്കുക. സിസ്റ്റേൺ ഫ്ലഷ് പൈപ്പിന്റെ ഫിറ്റിൽ തൃപ്തികരമാകുമ്പോൾ ഫ്ലഷ് പൈപ്പിന്റെ ഇടുങ്ങിയ അറ്റത്ത് ബ്ലാക്ക് ഇൻലെറ്റ് ഫ്ലഷ് കോൺ കണക്ടർ ഇൻസ്റ്റാൾ ചെയ്യുക. WCയുടെയും ഫ്ലഷ് പൈപ്പിന്റെയും സ്ഥാനം തൃപ്തികരമാകുമ്പോൾ കറുത്ത WC ഇൻലെറ്റ് കണക്ടർ സുരക്ഷിതമായി WC ഇൻലെറ്റിലേക്ക് തള്ളുക. ഫ്ലഷിംഗ് സിസ്റ്റേൺ പരിശോധിക്കുക. ഇനി നമുക്ക് ബൗൾ, ഫ്ലേഞ്ച് അല്ലെങ്കിൽ വേസ്റ്റ് ലൈനിലേക്ക് സുരക്ഷിതമാക്കാം. ഫ്ലേഞ്ചിൽ ഒരു വാക്സ് റിംഗ് വയ്ക്കുക. ഇത് ബൗളിനെ ഫ്ലേഞ്ചിലേക്ക് സീൽ ചെയ്യും. വാക്സ് ഗ്യാസ്കറ്റ് സ്ഥാപിക്കുന്നതിന് മുൻപ് ഫ്ലേഞ്ചിലെ ബോൾട്ടുകൾ ഫ്ലേഞ്ചിലെ സ്ലോട്ടുകളുടെ ഇടുങ്ങിയ ഭാഗത്തിലാണെന്ന് ഉറപ്പാക്കുക. ഫ്ലേഞ്ചിന്റെ മുകളിൽ ബൗൾ സജ്ജമാക്കുക. ടോയ്ലറ്റ് ബൗളിൽ ടാങ്ക് ഇൻസ്റ്റാൾ ചെയ്യാത്തത് ടോയ്ലറ്റ് ബൗൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എളുപ്പമാക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. ടോയ്ലറ്റ് ബൗൾ ഫിക്ചറിലൂടെ ബോൾട്ടുകൾ സ്ഥാപിക്കുക. ആദ്യം ക്യാപ്പിന്റെ ബേസ് ഇടുക. തുടർന്ന് വാഷറും തുടർന്ന് നട്ടും ഇടുക. ഇപ്പോൾ നമുക്ക് ടോയ്ലറ്റ് ബൗളിലേക്ക് ടാങ്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ബൗളിൽ ടാങ്ക് സജ്ജീകരിക്കുന്നതിന് മുൻപ് ഗ്യാസ്കറ്റ് ഫ്ലഷ് വാൽവിന്റെ പുറം ഭാഗത്തുണ്ടെന്ന് ഉറപ്പാക്കുക. ടാങ്കിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബോൾട്ടുകൾ പാത്രത്തിലിരിക്കുന്ന ഹൗസിംഗിൽ വയ്ക്കുക. വാഷറും നട്ടും വയ്ക്കുക. ബോൾട്ടിലേക്ക് നട്ട് കൈകൊണ്ട് മുറുക്കുക. ടാങ്കിന്റെ മറുവശത്തുള്ള മറ്റൊരു ബോൾട്ടിലും ഇത് ചെയ്യുക. ഒരു സോക്കറ്റ് ഹെഡ് റെഞ്ച് ഉപയോഗിച്ച് നട്ട് മുറുക്കുക. ടാങ്ക് ഇപ്പോൾ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. ടാങ്കിലെ ഫ്ലോട്ട് വാൽവിലേക്ക് വിതരണ ലൈൻ അറ്റാച്ച് ചെയ്യുക. ഇനി നമുക്കൊരു കൺസീൽ ഫ്ലഷിംഗ് സിസ്റ്റേൺ ഇൻസ്റ്റാൾ ചെയ്യാം. വാട്ടർ സപ്ലൈ ടേൺ ഓഫ് ചെയ്യുക. ജോബ് ഷീറ്റ് കണ്ട് ഒരു ഡയഗ്രം വരയ്ക്കുക. ആദ്യത്തെ ഘട്ടം ഫ്രെയിം സജ്ജീകരിക്കുക എന്നതാണ്. ഫ്രെയിമിലേക്ക് ലംബമായി കുത്തനെയുള്ളതും തിരശ്ചീനവുമായ സപ്പോർട്ട് ബാറുകൾ കൂട്ടിച്ചേർക്കുകയും അവയെ ഒന്നിച്ച് മുറുക്കുകയും ചെയ്യുക. സുരക്ഷിതമായി ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് 2 ഫിക്സിംഗ് മൗണ്ടുകൾ സിസ്റ്റേണിന്റെ വശങ്ങളിലേക്ക് സ്ലൈഡ് ചെയ്യുക.
ലംബമായ ഫ്ലഷ് പൈപ്പ് ജലസംഭരണിയുടെ അടിഭാഗത്ത് വയ്ക്കുക. ഫ്രെയിമിലേക്ക് സിസ്റ്റേൺ സുരക്ഷിതമാക്കുക. ആദ്യം ഫ്രെയിമിൽ ഫ്ലഷ് പൈപ്പിന്റെ എൽബോ സ്ഥാപിക്കുക. തുടർന്ന് അത് ക്ലിപ്പ് ചെയ്യുന്നതിന് സിസ്റ്റേണിൽ അമർത്തുക. ഫ്രെയിമിൽ ഫിക്സിംഗ് മൗണ്ടുകൾ ഘടിപ്പിക്കാൻ 10 mm റാച്ചറ്റ് റെഞ്ച് ഉപയോഗിക്കുക. ഫ്രെയിമിന്റെ താഴത്തെ ഭാഗത്തേക്ക് ഫീഡ് തിരുകുക. ക്ലിപ്പ് ചെയ്യുക. ഫ്രെയിമിലേക്ക് 90 ഡിഗ്രി വേസ്റ്റ് പൈപ്പ് എൽബോ ക്ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അടുത്തതായി നമ്മൾ യൂണിറ്റ് സ്ഥാപിക്കുകയും അടയാളപ്പെടുത്തലുകൾ നടത്തുകയും വേണം. സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് മാലിന്യ പൈപ്പിന്റെ മധ്യഭാഗം കടക്കുന്ന ഒരു ലംബരേഖ വരയ്ക്കുക. തറയിൽ നിന്ന് അളക്കുന്നതിന് തറയിൽ നിന്ന് 400 മില്ലിമീറ്ററിൽ ഒരു സ്റ്റാൻഡേർഡ് ബൗൾ പ്ലേസ്മെന്റിനായി 1 മീറ്ററിൽ ഒരു മാർക്ക് എയും 1.08 മീറ്ററിൽ ഒരു മാർക്ക് ബിയും വരയ്ക്കുക. ആവശ്യമെങ്കിൽ ആവശ്യകതകളുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ അളവുകൾ ക്രമീകരിക്കുക. മാർക്ക് ബിയിൽ 235 മില്ലിമീറ്റർ വാൾ ബ്രാക്കറ്റുകൾക്ക് ഇടത്തോട്ടും വലത്തോട്ടും ഇവാക്വേഷന്റെ മധ്യഭാഗത്ത് ദ്വാരങ്ങൾ വരയ്ക്കുക. 90 ഡിഗ്രി മാലിന്യ പൈപ്പ് എൽബോ ക്ലാമ്പിൽ ഘടിപ്പിച്ച് അസംബ്ലി പൂർത്തിയാക്കുക. യൂണിറ്റ് സ്ഥാപിക്കുക. ജലവിതരണവും മാലിന്യ പൈപ്പും സംബന്ധിച്ച് സ്ഥാനം പരിശോധിക്കുക. ഇൻസ്റ്റാളേഷൻ അനുസരിച്ച് തിരശ്ചീനമായോ ലംബമായോ 90 ഡിഗ്രി വേസ്റ്റ് പൈപ്പ് എൽബോ കൈകാര്യം ചെയ്യുക. ആവശ്യമെങ്കിൽ PVC പൈപ്പിംഗ് ഉപയോഗിച്ച് കണക്ഷൻ ക്രമീകരിക്കുക. യൂണിറ്റ് വാളിൽ നിന്ന് കുറഞ്ഞത് 230 മില്ലിമീറ്ററിലാണെന്ന് ഉറപ്പാക്കുക. തുടർന്ന് യൂണിറ്റിന്റെയും ഫുഡ് ബ്രാക്കറ്റുകളുടെയും ദ്വാരങ്ങളുടെ സ്ഥാനങ്ങൾ അടയാളപ്പെടുത്തുക. ഇപ്പോൾ നമുക്ക് യൂണിറ്റ് ക്രമീകരിച്ച് അറ്റാച്ച് ചെയ്യാം. 90 ഡിഗ്രി വേസ്റ്റ് പൈപ്പ് എൽബോ എളുപ്പത്തിൽ യോജിക്കുന്ന തരത്തിൽ 110 mm മാലിന്യ പൈപ്പിന്റെ സീൽ ഗ്രീസ് ചെയ്യുക. നിങ്ങൾ PVC കണക്ഷൻ ഒട്ടിക്കുകയാണെങ്കിൽ 90/100 സ്ലീവ് ഇൻ സ്ട്രെയിറ്റ് ഗ്ലൂ ഉപയോഗിക്കുക. സ്റ്റാൻഡേർഡ് ബൗൾ പ്ലേസ്മെന്റിനായി ഉയരം 230 മില്ലിമീറ്റർ ആണോ എന്ന് പരിശോധിക്കുക. യൂണിറ്റ് മാർക്കുമായി വിന്യസിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ ആവശ്യമുള്ള ബൗൾ ഉയരത്തിന് അളവുകൾ ക്രമീകരിക്കുക. 10 mm ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് ചുവരിൽ ദ്വാരങ്ങൾ ഡ്രിൽ ചെയ്യുക. റോ പ്ലഗ്സ് തിരുകുക. 12 mm ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് തറയിൽ ദ്വാരങ്ങൾ ഡ്രിൽ ചെയ്യുക. റോ പ്ലഗുകൾ തിരുകുക. ഫ്രെയിമിന്റെ ഉയരം ക്രമീകരിക്കുക. അത് നിങ്ങളുടെ മാർക്ക് എയ്ക്കൊപ്പം വരയ്ക്കുക. 13 mm റെഞ്ച് ഉപയോഗിച്ച് ഫീറ്റ് സുരക്ഷിതമാക്കുക. ഫ്രെയിം ലെവലിൽ തിരശ്ചീനമാണെന്ന് ഉറപ്പാക്കുക. 13 mm റെഞ്ച് ഉപയോഗിച്ച് ഫീറ്റുകളിലൊന്നിൽ അഡ്ജസ്റ്റ്മെന്റ് ബോൾട്ട് അഴിച്ചുകൊണ്ട് ലെവൽ ക്രമീകരിക്കുക. തുടർന്ന് സ്ക്രൂ മുറുക്കുക. മറ്റേ ലെഗിൽ സ്ക്രൂ ദൃഢമായി മുറുകിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഫ്രെയിമിന്റെ മുകളിൽ ഫിക്സിംഗ് ബ്രാക്കറ്റുകൾ സ്ഥാപിക്കുക. ത്രെഡഡ് റോഡിൽ ഒരു നട്ട്, 2 വാഷറുകൾ, ഒരു നട്ട് എന്നിവ സ്ഥാപിക്കുക. ക്ലിപ്പുകൾ തുറന്ന് ത്രെഡഡ് റോഡിൽ ഫിക്സേഷൻ ബ്രാക്കറ്റുകൾ സ്ഥാപിക്കുക. 13 mm ഓപ്പൺ എൻഡ് റെഞ്ച് ഉപയോഗിച്ച് ഭിത്തിയിൽ ബ്രാക്കറ്റുകൾ സുരക്ഷിതമാക്കുക. സ്ക്രൂകളും സ്പിരിറ്റ് ലെവലും ഉപയോഗിച്ച് ലംബവിന്യാസം ക്രമീകരിക്കുക. സ്ക്രൂകൾ മുറുക്കാൻ 13 mm ഓപ്പൺ എൻഡ് റെഞ്ച് ഉപയോഗിക്കുക. സ്ക്രൂകൾ ലോക്ക് ചെയ്യാൻ മെറ്റൽ ക്ലിപ്പുകൾ അടയ്ക്കുക. റോഡിന് മുകളിൽ പ്ലാസ്റ്റിക് ക്ലിപ്പുകൾ സ്ഥാപിച്ച് പൂർത്തിയാക്കുക. നേരത്തെ ഘടിപ്പിച്ച വേസ്റ്റ് പൈപ്പ് ക്ലാമ്പിൽ ക്ലിപ്പ് വയ്ക്കുക. അവസാനമായി നമുക്ക് ഫ്ലഷ് മെക്കാനിസം ഇൻസ്റ്റാൾ ചെയ്യാം. ട്രാൻസ്പോർട്ട് ബ്രാക്കറ്റ് നീക്കം ചെയ്യാനും അത് ഉപേക്ഷിക്കാനും ചുവന്ന ഹാൻഡിൽ വലിക്കുക. കോൾഡ് വാട്ടർ കണക്ഷൻ ആക്സസ് ചെയ്യാൻ കവർ നീക്കം ചെയ്യുക. സ്റ്റോപ്പ് വാൽവിന്റെ പുറംഭാഗം 22 mm ഓപ്പൺ എൻഡ് റെഞ്ചും പൈപ്പ് റെഞ്ചും ഉപയോഗിച്ച് കോൾഡ് വാട്ടർ കണക്ഷനിലേക്ക് അറ്റാച്ച് ചെയ്യുക. ഈ അസംബ്ലി ഒരു സ്റ്റീൽ ഉപയോഗിക്കാതെ തന്നെ നിർമ്മിക്കണം. സ്റ്റോപ്പ് വാൽവ് ഔട്ട്ഫ്ലോ വലതുവശത്തേക്ക് പോയിന്റ് ചെയ്യുക. സ്റ്റോപ്പ് വാൽവിലേക്ക് ഇന്റേണൽ ഫ്ലെക്സിബിൾ വാട്ടർ ഇൻലെറ്റ് ഹോസ് ബന്ധിപ്പിക്കുക. ഐസോലേഷൻ വാൽവ് അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും പ്രധാന ജലവിതരണം തുറക്കുകയും ചെയ്യുക. ഐസോലേഷൻ വാൽവ് കണക്ഷൻ വെള്ളം കയറാത്തതാണെന്ന് ഉറപ്പാക്കുക. വെള്ളം പിടിക്കാൻ ഹോസിന്റെ മറ്റേ അറ്റം ഒരു ബക്കറ്റിൽ വയ്ക്കുക. തുടർന്ന് വെള്ളം പരിശോധിക്കാൻ ടാപ്പ് ചെറുതായി തുറക്കുക. ഐസോലേഷൻ വാൽവ് അടയ്ക്കുക. ഈ ഓപ്പറേഷൻ ജലാശയത്തിലേക്കുള്ള ജല കണക്ഷനിൽ നിന്ന് ഏതെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുന്നു. ഫ്ലെക്സിബിൾ വാട്ടർ ഇൻലെറ്റ് ഹോസിന്റെ അറ്റം ഫ്ലഷ് സിസ്റ്റത്തിലേക്ക് ബന്ധിപ്പിക്കുക. നിങ്ങളുടെ ഫ്ലഷ് പ്ലേറ്റിന്റെ ഓറിയന്റേഷൻ അനുസരിച്ച് ഇൻസ്പെക്ഷൻ ഷാഫ്റ്റ് സ്ഥാപിക്കുക. കൺസീൽ ഫ്ലഷിംഗ് സിസ്റ്റേണിനായി ഇഷ്ടിക ഭിത്തിയിൽ സ്ഥാനം അടയാളപ്പെടുത്തുക. വോൾ കട്ടിംഗ് മെഷീൻ, കോൾ ഫ്ലാറ്റ് ചിസൽ, ഒരു ബോൾ പിൻ ഹാമർ അല്ലെങ്കിൽ ചുറ്റിക, ഡ്രില്ലിംഗ് മെഷീൻ എന്നിവ ഉപയോഗിച്ച് ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു. യൂറോപ്യൻ വാട്ടർ ക്ലോസ്ഡ് പാൻ ബന്ധിപ്പിച്ച് സീറ്റ് കവർ ശരിയാക്കുക. വാട്ടർ പ്രൂഫ് സിമെന്റ് അല്ലെങ്കിൽ വൈറ്റ് സിമെന്റ് ഉപയോഗിച്ച് ബൗളിന് ചുറ്റുമുള്ള വിടവടയ്ക്കുക. വാട്ടർ ലീക്കേജ് ഇല്ലാതെ കൺസീൽ ഫ്ലഷിംഗ് സിസ്റ്റേണിന്റെ ശരിയായ പ്രവർത്തനം പരിശോധിക്കുക. ഈ വീഡിയോയിൽ താഴെ പറയുന്നവയെല്ലാം എങ്ങനെയെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഒരു ഓപ്പൺ ടൈപ്പ് ഫ്ലഷിംഗ് സിസ്റ്റേൺ ഇൻസ്റ്റാൾ ചെയ്യുക.
കൺസീൽഡ് ഫ്ലഷിംഗ് സിസ്റ്റേൺ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ സെഷനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.